മീനുട്ടി, എന്തോ നമ്മൾ ഇനി ഒരു 70-71 കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. അല്ലേ? റെട്രോ റൗണ്ട് ആണ് ഇനി നടക്കാൻ പോകുന്നത്. ഈ റൗണ്ടിൽ ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നത്? നമ്മുടെ ഇവിടുത്തെ ഒരു ചന്ദ്രനൊക്കെയാണ്. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ. റിമു, എന്തോ കാണുന്നുണ്ടോ ഇതൊക്കെ? കണ്ടു ഇത് ഞെട്ടിത്തെറിച്ചിരിക്കുക അല്ലേ? എന്റെ സെബാമൂണിന് എന്ത് പറ്റിയത്? നിരങ്ങി വരുന്നത് ഇത് കൊടുത്തിട്ട് ആ സാരി സാരി ഉടുത്തോണ്ട് ഫ്രണ്ടില് കണ്ട മുടിയൊക്കെ ചുരുട്ടി കണ്ട വേറൊരു സെബക്കുട്ടിയായി. വേറെ അപ്പോഴും സൗന്ദര്യം കുറഞ്ഞോ? ഇല്ല, ബസ്സയായി. എല്ലാവരുടെ പേര് തിരിച്ചിട്ട് നോക്കിയേ. ബസ്സേ റിമു മുറി മുറി അപ്പൊ MG GM. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗായു യുഗ 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 ഡെയിൻ ഇണ്ടേ ഇൻഡെ ഇണ്ടേന്ന്. ഇൻഡെ നീനു, നൂമി. നീനു നൂമി. നൂമി നൂമി. ഉസ പറയൂ. സെബ സെബ. ബസു ബസ്സേ ബസ്സ. ബസ്സേ ബസ്സക്കുട്ടി. ഒരു തീരുമാനത്തിലെത്താം നമുക്ക്. പിന്നെ ഈ വേഷം കണ്ട മനസ്സിലായി ഏതോ പഴയ പാട്ടാണ്. അതെ, ഇപ്പൊ ഏത് പാട്ടാണ്? സുന്ദരരാവിൽ ചന്ദനമുഖിരി. ഏത് മ്യൂസിക്? പുകഴേന്തി സർ. കറക്റ്റ്. ഓ, വെരി ഓൾഡ് ഫിലിം. ഏത് വർഷം അത്? 1971. 1971. ആ സിനിമ കൊച്ചനീത്തി. കൊച്ചനിയത്തി. അന്ന് അങ്ങനെയൊക്കെ പടമുണ്ട്. കൊച്ചനിയത്തി, ചേട്ടത്തി ചേട്ടത്തി, വല്യേട്ടൻ, ആര്യ ആര്യ. ആര്യ. പിന്നെ ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സാർ. ആ. പാടിയത് ജാനകി അമ്മ. വലച്ചി രാഗത്തിന്റെ ഒരു ബേസും കൂടാണ്. എന്തായാലും നല്ലൊരു പാട്ടാണ് കേട്ടോ. നല്ല സെലക്ഷനാണ്. മനോഹരമായിട്ട് പാടാൻ ശ്രമിക്കും. തുറന്ന് പാടും. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് ഓൾ യു, ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേ.
അതിമനോഹരം മോളെ. താങ്ക് യു സർ. സെബക്കുട്ടി എന്താ സർ? സാധ്യമായിട്ട് പാടി, താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അതായത് ഇങ്ങനെ എന്നൊക്കെ ഉള്ളിടത്ത് ജാനകിയമ്മയുടെ ആ ഡൈനാമിക്സ് അതെല്ലാം അതേപോലെ ഒപ്പിയെടുത്ത് പാടി. അത് അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആ ഒറിജിനൽ പാട്ടുമായിട്ടുള്ള സാദൃശ്യം വരുമ്പോൾ ഒരിക്കലും ജാനകിയമ്മയുടെ വോയിസ് അല്ല, അത് സെബക്കുഞ്ഞിന്റെ വോയിസ് തന്നെയാണ്. എന്നാലും അതിനോടുള്ള ഡൈനാമിക്സ് ഒക്കെ കേട്ട് പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പാട്ടുകൾ ഇനി ഫ്യൂച്ചറിൽ ഏതെങ്കിലും സിനിമയിലൊക്കെ പാടാൻ വരുമ്പോൾ മോക്ക് ഈ ഡൈനാമിക്സ് യൂസ് ചെയ്യാം. അത് നമ്മൾ അനുകരണമല്ല, അവരെ നമ്മൾ ഫോളോ ചെയ്യാണ്, അനുഗമിക്കുകയാണ്. അതേ ശബ്ദം നമ്മൾ കടമെടുക്കുന്നില്ല, വേറൊന്നും ചെയ്യുന്നില്ല. അവരുടെ ആ അമ്മയുടെ പാട്ടുകളുടെ ശൈലികൾ നമ്മൾ പിന്തുടരുന്നു. പിന്നെ ഇതിനിടയിൽ ഒരു ശകലം ശ്രുതി, അതായത് മാറിൽ ചായ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ശകലം ശ്രുതികളുണ്ടായിരുന്നു. സെക്കൻഡ് ടൈം പാടിയപ്പോൾ അത് കറക്റ്റായി, അത് പോട്ടെ. കാരണം ഇത്രയും മനോഹരമായിട്ട് പാടിയപ്പം അത് എന്താണ് ആൾക്കാർ ഇത് എങ്ങനെ കൊച്ചി എങ്ങനെ പാടുന്നു ഷോ എന്ന് പറയണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ. വേറൊന്നും ഇതിനെപ്പറ്റി ഒരു കമന്റ്സ് ഒന്നുമില്ല, കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു. എന്നെ പുകഴേന്തി സാർ, ഗോപുരമുകളിൽ വാസന്ത ചന്ദ്രൻ, ആ പാട്ട് കേട്ടിട്ടില്ലേ? അത് പുകഴേന്തി സാറാണ്. എന്തായാലും നന്നായിരുന്നു, കൂടുതലൊന്നുമില്ല. ഐ ലവ് യു. അത്ര ഇഷ്ടപ്പെട്ടാലേ ഐ ലവ് യു വരുവുള്ളൂ. സെബക്കുട്ടി ഉഗ്രൻ സിംഗറാണ് മോളെ നീ. എനിക്ക് അല്ലേലും ആദ്യം തൊട്ടേ ഞാൻ പറയുന്നതാ. അത് നമുക്ക് ആദ്യത്തെ പല പല പാട്ടുകളും കേൾക്കുമ്പോൾ തന്നെ അറിയാം മോൾ അതിങ്ങനെ അത് മിനുക്കി എടുത്തോണ്ടിരിക്കുകയാണെന്ന് അറിയുമ്പോൾ മോളെ ഒരു ഫ്യൂച്ചർ പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുള്ള ഒരു സംശയമില്ല. മോളെ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. വളരെ സൂപ്പർ ഇംപ്രസീവ് പെർഫോമൻസ്, എക്സ്ട്രോർഡിനറി സിംഗിങ് കേട്ടോ. എന്നുവെച്ചാൽ ഇത്രയൊരു ചെറു പ്രായത്തിൽ ഈ സംഗതികളുടെയൊക്കെ ഒരു പെർഫെക്ഷനെക്കാട്ടപ്പുറം അത് എന്തൊരു എഫേർട്ട്ലെസ് ആയിട്ടാ മോള് പാടുന്നത്. പനി ജേസ വെള്ളം പോലെ ഇന്ന് ശരിക്കും എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ റിയലി ഗുഡ്, വെരി ഗുഡ്. നിർത്തുന്നതിന് മുമ്പ് എന്റെ ഭാഗത്തുനിന്ന് ഒരു റിക്വസ്റ്റ്. ഗായുവിന്റെ പാട്ടിനെ പറ്റി പറഞ്ഞു. ഈ അടുത്ത് സീസൺ 5 നമ്മുടെ ഗായു ഒരു പാട്ട് പാടിയിട്ട് കുറെ നാളത്തേക്ക് എന്റെ മമ്മിയൊക്കെ അത് കേട്ടിട്ട് എല്ലാരും പിന്നെ അത് പഠിച്ച് മമ്മി പറഞ്ഞ് മറന്നു കിടന്ന ഒരു പാട്ടാ. പക്ഷെ ഗായു പാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞ ദിവസം മമ്മി നമ്മള് ഇങ്ങനെ കരോക്കെ ഗാനമേള ഉണ്ട് ഒരു സൺഡേ, ഇത് പാടിയപ്പോ ഞങ്ങൾ അയ്യോ ഇത് ഉടനെ പഠിച്ച് നമുക്കും പാടണം എന്ന് നമുക്കും തോന്നി. ഏതാന്നറിയോ? ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാ, പാതിരാവായില്ല. ഒരു 2 വരി. പാതിരാവായില്ല പൗർണമി കന്യയ്ക്കു 17-18 പ്രായം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്കു 17-18 പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. എല്ലാത്തൊരു ഫീല്. അപ്പൊ എന്തായാലും മോളെ പുകഴേന്തി സാറിന്റെ, ശ്രീകുമാരൻ തമ്പി സാറിന്റെ, ജാനകി അമ്മ എല്ലാവരും കൂടെ ഒരു കോംബോ തകർത്തു. പുകഴേന്തി ഫുൾ നെയിം അറിയാവോ? എന്താണ് മീനുട്ടിക്ക് അറിയോ? അറിഞ്ഞൂടാ. അദ്ദേഹത്തിന്റെ പേര് TK വേലപ്പൻ നായർ എന്നാണ്. അദ്ദേഹം തിരുവനന്തപുരത്താണ് വീട്. അദ്ദേഹം ഒരുപാട് പാട്ടുകൾ, നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതില് ഇതാണ് അപാര സുന്ദര നീലാകാശം, അതൊരു ഉഗ്രം പാട്ടാണ്. അതുപോലെ തന്നെ മധുര പ്രതീക്ഷകൻ പൂങ്കാവിൽ വെച്ചൊരു മണിവേണു ഗായകനെ കണ്ടുമുട്ടി. അനുരാഗ യമുനതൻ തീരത്തു വെച്ചൊരു അജബാല ബാലികയെ കണ്ടുമുട്ടി. ഒരു അജബാല ബാലികയെ കണ്ടുമുട്ടി. മധുര പ്രതീക്ഷതൻ പൂങ്കാവിൽ വെച്ചൊരു മണിവേണു ഗായകനെ കണ്ടുമുട്ടി. അനുരാഗ യമുനതൻ തീരത്തു വെച്ചൊരു അജബാല ബാലികയെ കണ്ടുമുട്ടി. ഒരു അജബാല ബാലികയെ കണ്ടുമുട്ടി.
അദ്ദേഹത്തിന്റെ ഒരുപാട് ബ്യൂട്ടിഫുൾ. താങ്ക് യു. അദ്ദേഹത്തിന്റെ ഒരുപാട് ഭക്തിഗാനങ്ങൾ ഞാൻ പാടാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് മദ്രാസിൽ വെച്ച്. അദ്ദേഹം ഫെബ്രുവരി 27 75-ാമത്തെ വയസ്സിൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. എന്ത് വിട്ടുപോയാൽ എന്താണ്, ഇതുപോലത്തെ ഒരു 5 പാട്ട് പോരെ. അദ്ദേഹം എന്നും ഈ ലോകം ഉള്ളിടത്തോളം കാലം നമ്മൾ ഓർക്കും. ഓക്കെ മോളെ, താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ഹിസ് സോങ്. പുകഴേന്തി സാറിന് പാട്ട് കൊണ്ടുവന്നതിന് നന്ദി. നന്നായിട്ട് പാടുകയും ചെയ്തു. സോ വി ആർ proudly giving you 100 out of 100. പുകഴേന്തി പൂക്കുറ്റി. കുട്ടി ബാക്ക് ടു ബാക്ക് ഭയങ്കര നിർത്തരുത് കേട്ടോ, ഇങ്ങനെ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്, ബൈ.